സെലക്ഷൻസ് അതെ. നമ്മള് നാറുപോലെ എടുപ്പിച്ചെത്തിക്കൊണ്ടിരിക്കുന്നു. അവിടെ സായി കഫേയിൽ കയറി നല്ലൊരു സ്ഥലം. ഇവിടെ ആരാണ് പഠിച്ചത്? ഇത് സിയുടെ വല്യച്ഛൻ പഠിച്ച കോളേജാണ്. കോളേജ് ഏതാ? ഈ വിളക്കെല്ലാം വിളക്കുകളൊക്കെ ഇരിക്കുന്നുണ്ടോ? അതിന്റെ കോമ്പൗണ്ടാണോ മതിലാണ്? അതാണ് എനിക്ക് പതുക്കെ പോകും. എന്തായാലും ഇതുവരെ വന്നു. ഇത് തന്നെ കോളേജ്. ഫോട്ടോ എടുത്ത് മല. അന്ന് ഇവിടെ വരുമ്പോൾ ഭയങ്കര തുറസായിട്ടൊരു സ്ഥലമായിരുന്നു. മൊത്തത്തില് ഇതിന്റെ ഓപ്പോസിറ്റ് മരങ്ങളൊക്കെ നിറഞ്ഞിരിക്കുന്നത്. മറ്റേതാകുമ്പോഴത്തേക്ക് ഇവിടെ നോക്കുമ്പോ റെയിൽവേ ട്രാക്ക് കാണാൻ പറ്റുമായിരിക്കും അല്ലേ? ഈ ബിൽഡിംഗ് ഒന്നും ഇല്ലായിരുന്നു. സീക്കുട്ടി ഫോട്ടോ എടുത്തോ? ഇന്നങ്ങനെ നടക്കുവോ? അങ്ങനെ വൈകിട്ട് കോളേജ് ഉണ്ടല്ലേ മോനെ? ഞാൻ ഇതുവഴി പോകുമ്പോ എപ്പോഴും നമ്മള് മുമ്പൊക്കെ ഇങ്ങനെ പാസ് ചെയ്ത് പോകുമ്പോ കാണാറുണ്ടായിരുന്നു. ചേട്ടൻ പറയുമായിരുന്നു എപ്പോഴും ഇതുവഴി പോകുമ്പോഴത്തേക്ക് കോളേജ് ഇവിടെ എവിടെയാണ്. പക്ഷെ ഇതുവരെ അത് നമുക്ക് അങ്ങനെ ട്രാക്ക് ചെയ്യാൻ പറ്റും. സംഭവം പിന്നെയാണ് മനസ്സിലായത്. ഇപ്പൊ ഈ ഹൈവേ ഡെവലപ്പ് ആയപ്പം ആ ഹൈവേ വേറെ സൈഡിൽ കൂടെ പോകുന്നത്. മുമ്പ് ഇതായിരുന്നു റൂട്ട്. അങ്ങനെ നമ്മൾ എന്തായാലും മാപ്പ് ഇട്ട് ഇപ്രാവശ്യം കാണാം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വന്നതാണ്. അതെ, അപ്പൊ അങ്ങനെ എന്തായാലും കോളേജ് കണ്ടു. അതെ, സീക്കുട്ടി ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണ് വൈക്കിയുടെ കോളേജ് കണ്ട്. അണ്ണൻ എന്തായാലും വീഡിയോയോ ഫോട്ടോയും കണ്ടൊക്കെ എടുത്ത് അയച്ചു കൊടുക്കുന്നുണ്ട് കാര്യമായിട്ട്. അങ്ങനെ നമ്മളൊരു ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മനസ്സിൽ എന്തിനെ കുറിച്ച് വേണമെങ്കിലും ആലോചിക്കാം അല്ലേ ഏട്ടാ? അത് 10 questions ഉണ്ട്. അത്രയും പറയാൻ പറ്റും. പക്ഷെ 10 ആവുമ്പോ നിങ്ങളെ ലൂസറാണ്. അപ്പൊ അടുത്ത് ചെയ്യുന്നത് സീക്കുട്ടിയാണ്. പെട്ടെന്നാവട്ടെ. തിങ്ക്. ഓക്കേ, ഡൺ. ഓക്കേ. ഈസ് ഇറ്റ് ഫുഡ്? Animal? Vehicle? That's okay. Vehicle? No. Building? No. It's a person? No. Okay, clue. Okay, the clue is it's a fruit. അതല്ല ഫുഡ് എന്ന് ചോദിച്ചത്. Fruit. Okay. And it's in red color. Red color fruit. Yes. Cherry. അതാണ് നമ്മുടെ എന്താണ് ഗെയിം. ഇപ്പൊ തുടങ്ങിയിട്ട് 1 മണിക്കൂറായി. ഓക്കെ, സംഭവം ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ചെന്നൈക്കാണ്. ഒരാഴ്ചത്തെ ട്രിപ്പാണ് മൊത്തത്തിൽ. ഒരു 3-4 ദിവസം ചെന്നൈ, പിന്നെ 2-3 ദിവസം നമുക്ക് മധുരൈ. അങ്ങനെ കറങ്ങി ഞങ്ങൾ തിരിച്ച് എത്തും. എൻ്റെ ജോലിയുടെ ആവശ്യത്തിന് പോകുന്നതാണ്. അപ്പോൾ സീക്കുട്ടിക്ക് സ്കൂൾ അവധിയായതുകൊണ്ട് സീക്കുട്ടിയും അമ്മയും കൂടെ വന്നു. എനിക്ക് വരുന്ന വഴിക്ക് 1-2 സ്ഥലങ്ങളിൽ, അതായത് മധുരയിലും തിരുച്ചിയിലും ഒക്കെ മീറ്റിങ്സ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ മീറ്റിങ്ങിന് കയറുന്ന സമയത്ത് സീക്കുട്ടിയും അമ്മയും കൂടെ അവിടെ ഇരുന്ന് ഫുഡും കഴിച്ചിരിക്കും. അങ്ങനെ അവർ ഫുഡ് കഴിച്ച് ഞാൻ തേഞ്ഞു. അല്ലേ സിയ? അതെ. മൊത്തം നല്ലൊരു ലോങ് ജേർണി ആയിരുന്നു. 10-14 മണിക്കൂർ ഡ്രൈവ്, കണ്ടിന്യൂസ് ഡ്രൈവ്. അപ്പം അതിനിടയിലൊക്കെ ഇങ്ങനെ ഉറക്കം വരും. അപ്പം നമ്മൾ പയ്യെ ഇറങ്ങി കോഫിയൊക്കെ കുടിക്കും. അല്ലേടാ സിയ? ഇവിടെ നമ്മൾ എന്തൊക്കെയാണ് കഴിച്ചേ? ഇവിടെ ഫലൂഡ പോലെ, ഫലൂഡ അല്ല, ജിഗ്രതൻ്റെയാണ് കഴിച്ചത്. അതേ പാകത്ത് നോക്കിക്കോ. അമ്മ ഇപ്പോൾ ഇരുന്ന് കണ്ടോ അമ്മയാണ് കഴിക്കുന്നത്. അമ്മ ഡയറ്റ് എന്ന് പറയുകയും ചെയ്യും, പയ്യെ ജിഗ്രതൻ്റെ കഴിക്കുകയും ചെയ്യും അല്ലേ? പിന്നെ അവിടത്തെ കുറച്ച് സാധനങ്ങൾ ഉണ്ടായിരുന്നു. എന്തൊക്കെയാ? കുറേ ബൊമ്മകളൊക്കെ ഉണ്ടായിരുന്നല്ലേ? അപ്പം അതുമൊക്കെ നമ്മൾ കണ്ടു. എന്നിട്ട് പിന്നെ നമ്മൾ കോഫിയൊക്കെ കുടിച്ചു. എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് തിരിച്ചു അല്ലേ?
അതിനിടയിൽ ചെറിയൊരു പെർഫോമൻസ് ഉണ്ടായിരുന്നല്ലോ. അങ്ങനെ സിയയുടെ ആ ഒരു പെർഫോമൻസ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും ചെന്നൈക്ക് കത്തിച്ച് വിട്ടു. ഏകദേശം നമ്മളങ്ങനെ ചെന്നൈ അടുത്തെത്തി. അങ്ങനെ നമ്മൾ കോവളത്തെത്തിയിരിക്കുകയാണ് ഗൈസ്. അത് അറബിക്കടലിലെ കോവളം, ഇത് ബേ ഓഫ് ബംഗാളിലെ കോവളം. ചെന്നൈക്ക് അടുത്ത് ഒരു കോവളമുണ്ട്, അതും നമ്മുടെ ട്രിവാൻഡ്രത്തെ കോവളം പോലെ ബീച്ച് സൈഡ് തന്നെയാണ്. അങ്ങനെ നമ്മൾ ചെന്നൈയിൽ എത്തി. ചെന്നൈയിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ നിൽക്കുന്നത് OMRലാണ്, ഓൾഡ് മഹാബലിപുരം റോഡ്. അവിടെ പുതൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഡെയ്സിൻ എന്ന് പറയുന്ന ഹോട്ടലിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ അവിടെ ഹോട്ടലിനകത്ത് കയറുന്നതിന് മുന്നേ, അതായത് ഏകദേശം 12-1 മണിയായി, അപ്പോഴാണ് നമ്മളിവിടെ എത്തിയത്. അങ്ങനെ നമ്മൾ വിചാരിച്ചു എന്തെങ്കിലും ലൈറ്റായിട്ട് സ്നാക്സ് എന്തെങ്കിലും കഴിച്ചിട്ട് പോയി കിടന്നുറങ്ങാമെന്ന്. ഓക്കേ, അങ്ങനെ ഞങ്ങൾ ഡേയ്സ് ഹോട്ടൽസിൽ എത്തിയിരിക്കുകയാണ്. എവിടെയാണ്? ചെന്നൈ ഡേയ്സ് OMR, ഡേയ്സ് ഹോട്ടൽ OMR. കഴിഞ്ഞ വർഷം ഞാൻ ഓൾഡ് മഹാബലിപുരം മഹാബലിപുരം റോഡ്. അപ്പൊ ഇന്നത്തെ ഫുള്ള് കാര്യം നമ്മൾ എവിടേക്ക് ഇറങ്ങുന്ന എല്ലാത്തിന്റെ ക്ലിപ്സ് ഞാൻ ഇട്ടിട്ടുണ്ട്. എന്തായാലും ഒരു ലെങ്തി വ്ളോഗ് ആയിരിക്കും മൊത്തത്തില്. അതെ, ഓക്കെ. അപ്പൊ ഇതാണ് റൂം. അപ്പൊ സിയ വാഷ്റൂം പോയി നോക്ക്. സിയുടെ ഫേവറേറ്റ് സംഭവം ഇതിനകത്തുണ്ട്. പോ സിയ, അകത്തോട്ട് പോ. സിയക്ക് കിടന്ന് കുളിക്കാനായിട്ട് ലാപ്ടോപ്പ് ഉണ്ട്. സിയ എടുത്ത് എറിയട്ടെ വെള്ളം നിറച്ച്. പിന്നെ വെളിയിൽ സ്വിമ്മിംഗ് പൂൾ ഉണ്ട്, അതിലെടുത്തറിയാം. അതെ, അത് ലോണ്ട്രി. നമുക്ക് ഫ്രൂട്ട് ബാസ്കറ്റ് ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ ശരിയാണെങ്കിൽ പിന്നെ അങ്ങനെ നമ്മൾ ചെന്നൈയിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. രാത്രി ഇപ്പോ ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ താമസിച്ചുകൊണ്ടാണ്. ബൈ.